ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി, സർവഭാഗ്യത്തിനായി മഹാസുദർശനം, അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി, മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും. പൂജകൾക്കായും സമീപിക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിതജംബു വരസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദമംഗലം. ഹരി ഓം. ഒരിക്കൽ കൂടി ഏവർക്കും സുദർശന TVയിലേക്ക് സ്വാഗതം. അതായത് ഓണം വരികയാണ്. ചിങ്ങമാസത്തിലെ തിരുവോണം ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന മലയാളികൾക്കെല്ലാം തന്നെ സുദർശന TVയുടെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ടാണ് ഈ വലിയ ഭാഗ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനെത്തിയിരിക്കുന്നത്. അതായത് ഓണത്തിന് മുൻപ് വമ്പൻ ഭാഗ്യം 15 നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളുവെങ്കിലും തീർച്ചയായിട്ടും വമ്പൻ ഭാഗ്യമാണ് വരാൻ പോകുന്നത്. ഇരട്ട രാജയോഗമാണ് ഈ 15 നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. പ്രീതി യോഗവും രവിയോഗവും ചേർന്നാണ് ഇത് രൂപപ്പെടാൻ പോകുന്നത്. മൂലം നക്ഷത്രത്തിലാണ് ഈ ഇരട്ട രാജയോഗം ഉദിക്കുന്നത്. ഈ യോഗം ചില നക്ഷത്രക്കാരെ വളരെ ഉയരത്തിലെത്തിക്കും. അതായത് ചില നക്ഷത്രം എന്ന് പറയുമ്പോൾ ഈ 15 നക്ഷത്രങ്ങൾ ഉള്ള ആൾക്കാർ, ഈ 15 നക്ഷത്രങ്ങളിൽ ജാതരായിട്ടുള്ള ആളുകളെ വളരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹമാണ് ഈ ഇരട്ട രാജയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 27 നാളുകൾക്കും ഈ രാജയോഗത്തിൻ്റേതായ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. പക്ഷേ അതിനനുയോജ്യമായിട്ട് ക്ഷേത്രസന്നിധികളിലും ഒക്കെ പോകുന്നവർക്ക് അത് ലഭിക്കാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഈ ഓണത്തിന് മുൻപ് എന്ന് പറയുമ്പോൾ ഈ ചിങ്ങമാസം മുഴുവൻ സമയവും ഇതിൻ്റെ ഭാഗ്യം ഈ 15 നക്ഷത്രക്കാരെ പിന്തുടരുക തന്നെ ചെയ്യും. അപ്പോൾ ഓണം എന്ന് പറയുന്നത് കുറച്ചു കാലം മാത്രമേ ഉള്ളൂ. ബാക്കി വരാൻ പോകുന്ന ചിങ്ങമാസത്തിൻ്റെ 31-ാം തീയതി വരെയുള്ള ആ ദിവസങ്ങളിൽ ഇരട്ട രാജയോഗം എന്ന് വെച്ചാൽ സമ്പത്ത് ഇരട്ടിയാക്കുന്ന തരത്തിൽ ഈ 15 നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. 27 നക്ഷത്രങ്ങളും ഇത്തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിനനുയോജ്യമായി ക്ഷേത്ര ദർശനങ്ങളും അതുപോലെ തന്നെ ഭഗവത് സ്തോത്രങ്ങളും നാമജപങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാർക്കായിരിക്കും അത് വന്നു ചേരുന്നത്. ഇരട്ട രാജയോഗം നിങ്ങളിലേക്ക് യാതൊരുവിധ തടസ്സവും കൂടാതെ എത്തുന്നു എന്ന് പറയാം. ഈ 15 നക്ഷത്രക്കാരിലേക്ക് ഇരട്ട രാജയോഗം ഒരു തടസ്സവും കൂടാതെ എത്തും. ഇത് ഭാഗ്യ അനുഭവങ്ങളിലൊന്നാണ്. ഈ ഇരട്ട രാജയോഗം 15 നക്ഷത്രക്കാരിൽ എത്തിച്ചേരുന്നത് അത് അവരുടേതായ ഭാഗ്യത്തിൻ്റെ വ്യവസ്ഥകളെ വിളിച്ചറിയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു തടസ്സവും കൂടാതെ ഈ ഇരട്ട രാജയോഗക്കാർക്ക് എല്ലാ ഭാഗ്യങ്ങളും അല്ലെങ്കിൽ ഈ 15 നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗത്തിൻ്റെ എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരും. ഇരട്ട രാജയോഗത്തിൽ ഒന്നാമതായി രവിയോഗമാണ് നിൽക്കുന്നത്. രവി എന്ന് പറയുന്നത് സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. ജ്യോതിഷ വ്യവസ്ഥയിൽ ആദിത്യൻ എന്നൊക്കെ നമുക്ക് സൂര്യനെ പറയാൻ കഴിയും. അപ്പോൾ ആ രവിയോഗം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ വളരെ ശുഭകരമായി കണക്കാക്കുന്ന ഒന്നാണ് രവിയോഗം. എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളിൽ രാജസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് സൂര്യൻ അഥവാ ആദിത്യൻ അഥവാ രവി എന്ന് പറയുന്നത്. രവിയോഗം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ വളരെ ശുഭകരമായി കണക്കാക്കുന്ന ഒന്നാണ്.
ഇത് സൂര്യൻ്റേതായിരിക്കുന്ന എല്ലാ ദോഷഫലങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. സാമ്പത്തികമായി വലിയ ഉയർച്ച കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതാണ് രവിയോഗത്തിൻ്റെ പ്രത്യേകത. പ്രീതിയോഗം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷം, ഐക്യം, സ്നേഹം എന്നിവ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന യോഗമാണ് പ്രീതിയോഗം. പ്രീതി എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇഷ്ടമെന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരൻ്റേതായിരിക്കുന്ന ഇഷ്ടവും സ്നേഹവും വാത്സല്യവുമൊക്കെ നമ്മളിലേക്ക് വന്ന് നിറയ്ക്കുന്ന യോഗമാണ് പ്രീതിയോഗം. പ്രീതിയോഗം നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് ഊർജത്തെ തരുകയാണ്. അതുകൊണ്ട് തന്നെ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യാതൊരുവിധ മുടക്കങ്ങളും കൂടാതെ നടക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. പങ്കാളിക്കൊപ്പമുള്ള ജീവിതം സ്വർഗതുല്യമാകും. മാത്രമല്ല പ്രണയമൊക്കെ ബലപ്പെടാനും ഈ യോഗം കാരണമാകും. അപ്പോൾ ഈ രവിയോഗവും പ്രീതിയോഗവും ഒന്നു ചേർന്നാൽ എന്താണ് ഭാഗ്യമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് നക്ഷത്ര ജാതർക്ക് എല്ലാ തരത്തിലും അനുഗ്രഹവും ഇഷ്ടവും പ്രദാനം ചെയ്യുന്ന രവിയും അതുപോലെ പ്രീതിജനകമായിരിക്കുന്ന യോഗവും ഒന്നു ചേരുമ്പോൾ തീർച്ചയായിട്ടും തടസ്സപ്പെടാതെ തന്നെ നക്ഷത്ര ജാതർക്ക് അനുകൂലമായ ഫലങ്ങളും രാജയോഗ സുഖങ്ങളും അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഈ 15 നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും ഇത് വന്നു ചേരുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ യോഗം വന്നു ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രീതി യോഗവും രവിയോഗവും സംയോജിച്ചെത്തുന്ന ഇരട്ട രാജയോഗം വന്നു ചേരുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തേത് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രങ്ങളാണ്. സാമ്പത്തികമായ വരവ്, തിരികെ കൊടുക്കേണ്ടാത്ത തരത്തിൽ പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഭാഗ്യം, ഇതുവരെയുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിച്ച് ജീവിതത്തിൽ ആനന്ദകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം രവിയോഗവും പ്രീതിയോഗവും വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും അനുഭവ ഭാഗ്യം എന്ന് പറയുന്ന ഒരു വലിയ വ്യവസ്ഥയാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് നടക്കുക തന്നെ ചെയ്യും. ഈ കാർത്തിക, രോഹിണി, മകയിരം നാളുകളിലാണോ നിങ്ങളുടെ ജനനമെങ്കിൽ തീർച്ചയായിട്ടും രവിപ്രീതിയും അതുപോലെ പ്രീതിയോഗത്തിൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം തുടങ്ങിയ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. പല കോണുകളിൽ നിന്ന് സഹായം നിങ്ങളിലേക്ക് വന്നു ചേരും. വിസ്മയകരമായ തരമായിരിക്കും അത്. കാരണം നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഭാഗ്യം വന്നു ചേരുന്നത്. ദാമ്പത്യം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ വിനോദയാത്രകൾ, തീർത്ഥാടന യാത്രകൾ ഒക്കെ പങ്കെടുക്കുവാൻ കഴിയും. കയ്യിൽ നിന്നും നഷ്ടമായതൊക്കെ തിരികെ കിട്ടുമെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഭാഗ്യദായകമായ ഇരട്ട രാജയോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രമാണ്. അംഗീകാരം ലഭിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കായിരിക്കും അവരുടെ പ്രശസ്തിയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എത്തി നിൽക്കുന്നത്. അതിനാൽ അംഗീകാരം കൊണ്ട് അവർക്ക് ആഹ്ലാദങ്ങളുണ്ടാവുന്ന സന്ദർഭങ്ങൾ വന്നു ചേരും. അതുപോലെ ആത്മവിശ്വാസം വർദ്ധിക്കും. സാമ്പത്തികമായി വമ്പൻ ഉയർച്ച. ഏതൊക്കെ നിലവാരത്തിൽ നിന്നാണ് സമൃദ്ധി വന്നു ചേരുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല. അതുപോലെ വലിയ സമ്പത്തിന് ഉടമകളായി മാറാൻ മകം, പൂരം, ഉത്രം നാളുകാർക്ക് കഴിയും ഈ ഇരട്ട രാജയോഗത്തിലൂടെ. പല ഭാഗങ്ങളിൽ നിന്നും സഹായം ലഭിക്കും. തീർച്ചയായിട്ടും പലരും നിങ്ങൾക്ക് താങ്ങായും തണലായും എത്തിച്ചേരുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരുപക്ഷെ സാമ്പത്തികമായി വളരെയധികം തളർന്നു കിടക്കുന്ന ആളുകളെ രക്ഷിക്കുന്നതിനായിട്ട് ഈശ്വരൻ്റേതുപോലെയുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്നത് പോലെ തീർച്ചയായിട്ടും ഒന്നുകിൽ വിദേശ യാത്രകളിലോ അല്ലെങ്കിൽ വിദേശ ജോലികളിൽ പങ്കാളികളായിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ മനസ്സു കാണിച്ച് എത്തുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്നവർക്ക് പോലും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്നതാണ് ഈ ഇരട്ട രാജയോഗം എന്ന് പറയുന്നത്.
ലോട്ടറി പോലെയുള്ള ഭാഗ്യവ്യവസ്ഥകളൊക്കെ എടുത്തുകൊള്ളൂ. തീർച്ചയായിട്ടും വലിയ സമ്മാനമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള ഭാഗ്യം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ തീർത്ഥാടന യാത്രകൾ, വിനോദയാത്രകൾ തുടങ്ങിയവയിലൊക്കെ പങ്കാളിയാകും. അതുപോലെ തന്നെ കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. തീർച്ചയായും ഈ ഇരട്ട രാജയോഗം മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹവേദ്യമായിരിക്കും. രവി യോഗവും പ്രീതി യോഗവും ഒരുപോലെ വന്നു ചേരുന്ന വളരെ മഹത്വപൂർണ്ണമായിരിക്കുന്ന ഈ സന്ദർഭം ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അടുത്തത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരാണ്. തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗം വളരെ ആത്മസംതൃപ്തി നൽകുന്ന തരത്തിലുള്ള അനുഗ്രഹമാണ് നൽകുന്നത്. സന്തോഷവും സമാധാനവും ഇവരെ തേടിയെത്തും. അംഗീകാരങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി വമ്പൻ ഉയർച്ച ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ്. കിട്ടാതെ കിടന്നിരുന്ന ധനമൊക്കെ തിരികെ കിട്ടും. ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേർന്ന് വലിയ ധനികന്മാരായി മാറുവാൻ കഴിയും. അതുപോലെ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന നിധിശേഖരങ്ങളൊക്കെ വീടിൻ്റെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെയോ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വന്നു ചേരാനുള്ള ഭാഗ്യം ഈ ഇരട്ട രാജയോഗം നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും വിധിയുണ്ട്. ശ്രമിക്കുക. അതുപോലെ തന്നെ ആഭരണം, വസ്ത്രം, പുതിയ വീട് തുടങ്ങിയ വയ്ക്കാനുള്ള ഭാഗ്യം ഈ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗം വഴി ലഭിക്കും. എന്ന് പറഞ്ഞാൽ രവിയോഗവും പ്രീതിയോഗവുമാണ് ഈ ഇരട്ട രാജയോഗം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സർവ്വ സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുക തന്നെ ചെയ്യും. ദാമ്പത്യത്തിൽ വളരെയധികം വിജയം കണ്ടെത്താൻ കഴിയും, ആഹ്ലാദം കണ്ടെത്താൻ കഴിയും, സമാധാനം കണ്ടെത്താൻ കഴിയും, സന്തോഷ വാർത്തകൾ കേൾക്കും. അതുപോലെ തന്നെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. സന്തോഷ വാർത്തകൾ കേൾക്കുമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഒരു വലിയ സ്ഥാനമാനാദികൾ ലഭിക്കുന്നതിനെക്കുറിച്ചാകും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ഏതെങ്കിലും തലത്തിലേക്ക് ഉയർന്നു പോകാനുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നതും ഒക്കെ നമുക്ക് അനുഭവവേദ്യമാകും. അതാണ് സന്തോഷ വാർത്തകൾ കേൾക്കുമെന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ വിവാഹം മുടങ്ങി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അത് നടക്കാനുള്ള ഭാഗ്യവും ഈ സമയത്തുണ്ടാകും. പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. വിനോദയാത്രകൾ, തീർത്ഥാടന യാത്രകൾ, വിദേശ യാത്രകൾ എന്നിവ ചെയ്യാനുള്ള ഭാഗ്യം വന്നു ചേരുന്നു. കലാകാരന്മാർക്കും കായിക രംഗത്ത് നിൽക്കുന്ന ആളുകൾക്കും സാഹിത്യ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഉയർച്ചയും അംഗീകാരവും പ്രശസ്തിപത്രവും ലഭിക്കുവാനുള്ള ഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസ തലത്തിൽ വളരെ അംഗീകാരവും ഉയർച്ചയും ലഭിക്കുന്നതായിട്ടുള്ള ഭാഗ്യം വന്നു ചേരും ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ. ഈ ഇരട്ട രാജയോഗം, ഈ രവിയോഗവും പ്രീതിയോഗവും ചേർന്നു വരുന്ന ഇരട്ട രാജയോഗം സിദ്ധിക്കുന്ന അടുത്ത നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളാണ്. ആരോഗ്യം നല്ല രീതിയിൽ ഇവർക്ക് സംരക്ഷിക്കുവാൻ കഴിയും. രോഗ അരിഷ്ടകളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ആളുകൾക്ക് അതൊക്കെ മാറി അവർക്ക് സംതൃപ്തജനകമായൊരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്താൻ കഴിയും. ഗൃഹാന്തരീക്ഷത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വിനോദയാത്രകൾ, തീർത്ഥാടന യാത്രകൾ, വിദേശ യാത്രകൾ എന്നിവയ്ക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കുടിശ്ശിക തീർത്ത് കടബാധ്യതകൾ ഇല്ലാതെയാക്കുവാനുള്ള ഭാഗ്യം ഇവരിലേക്ക് വന്നു ചേരുന്നു. പുതിയ തൊഴിൽ ലഭിക്കുകയോ തൊഴിൽ ഉയർച്ചയുണ്ടാവുകയോ ചെയ്യുമെന്ന് എടുത്തു പറയേണ്ടതില്ല. കാരണം രവിയോഗവും പ്രീതിയോഗവും ചേർന്ന് വരുന്ന ഇരട്ട രാജയോഗമാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ യോഗം നിങ്ങൾക്ക് ഒന്നുകിൽ നല്ല തൊഴിൽ സമ്മാനിക്കും, ഇല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ചയുണ്ടാക്കുന്ന അവസ്ഥകൾ തുറന്നു കിട്ടും. ദാമ്പത്യത്തിൽ നിന്ന് ഏറ്റവും ആഹ്ലാദകരമായിട്ട് ജീവിക്കുവാൻ കഴിയും. അതിനുള്ള അനുഗ്രഹവും ഈ പറയുന്ന ഇരട്ട രാജയോഗത്തിലൂടെ തെളിഞ്ഞ് വരികയും ചെയ്യും. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസ തലത്തിൽ വമ്പൻ ഉയർച്ചയുണ്ടാകുവാനുള്ള വിധിയുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റികൾ തെളിഞ്ഞു കിട്ടും. ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവരും തുല്യരാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിൽ സാമ്പത്തിക നിലവാരം നിങ്ങളിലേക്ക് വരികയും അത് മറ്റുള്ളവർക്ക് കൂടി അനുഭവവേദ്യമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും എടുത്തു പറയേണ്ടതാണ്. കാരണം രവിയോഗവും പ്രീതിയോഗവും വന്നു ചേരുകയാണ്. രവിയോഗവും പ്രീതിയോഗവും ഒന്നുപോലെ വന്നു ചേർന്നാൽ വിചാരിച്ചിരിക്കാത്ത ഭാഗ്യമാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നതെന്ന് നാം ചിന്തിക്കണം. രവിയോഗവും പ്രീതിയോഗവും ഒന്നുപോലെ വരുന്ന ഇരട്ട രാജയോഗത്തിന് അർഹരാകുന്ന മറ്റ് നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ.
സർക്കാർ ജോലി ലഭിക്കും. പൂരിരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകളിലെ യുവതി യുവാക്കൾക്ക് തീർച്ചയായും ആഗ്രഹപൂർണത ലഭിക്കുന്ന വർഷമായിരിക്കും ഇത്. ഇരട്ട രാജയോഗത്തിലൂടെ ഇവർക്ക് ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. അതും സർക്കാർ ജോലിയിലേക്ക് തന്നെ പ്രവേശിക്കുവാൻ കഴിയും. സാമ്പത്തികമായ ഉയർച്ച നല്ല തരത്തിൽ ഇവരെ അനുഗ്രഹിക്കും. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള വലിയ ഭാഗ്യം കാണുന്നു. ചെറിയ തുകകളല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലധികമുള്ള തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. വിദേശ ലോട്ടറി പോലും എടുത്തുകൊള്ളൂ, ഈ സമയത്ത് അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട തുകകളൊക്കെ തിരിച്ചു കിട്ടും. കുറ്റം പറഞ്ഞവർ അതിന് മറുപടി എന്ന വണ്ണം നിങ്ങളോട് ക്ഷമ യാചിച്ച് തിരിച്ചു വരുന്ന അവസ്ഥ നിങ്ങൾക്ക് തന്നെ ദർശിക്കാനാവും. അതുപോലെ തന്നെ കുടുംബം ഒന്നിച്ച് വിനോദ യാത്രകൾക്കും തീർത്ഥാടന യാത്രകൾക്കും പോകുവാനുള്ള അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് പോലെയുള്ള വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. തീർച്ചയായും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരട്ട രാജയോഗം അനുഗ്രഹ പ്രീതി അഥവാ അനുഗ്രഹ വർഷം നിറയ്ക്കുന്ന ഒരു തലമാണ് വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായും വളരെ സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വഴിയാണ് തെളിയുന്നത്. അതുപോലെ തന്നെ ഈ യോഗം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ശിവക്ഷേത്രത്തിൽ 108 കൂവളമാല സമർപ്പിക്കാം. സ്വന്തം കയ്യാൽ കെട്ടിയ കൂവളമാലയാണ് സമർപ്പിക്കേണ്ടുന്നത്. അതുപോലെ ശിവ പഞ്ചാക്ഷരി 1008 തവണ പൂജാമുറിയിലിരുന്ന് ജപിക്കണം. വിഷ്ണു സഹസ്രനാമം ജപിക്കാം. വിഷ്ണു പൂജ, ഭാഗ്യസൂക്തം തുടങ്ങിയവ നടത്തണം. എറുമ്പുകൾക്ക് മധുരം നൽകുക തുടങ്ങിയ, അതായത് എല്ലാ ദിവസവും രാവിലെ മുറ്റത്തേക്ക് 3 പിടി പഞ്ചസാര, അതായത് 3 നുള്ള് പഞ്ചസാര, 3 പിടിയല്ല 3 നുള്ള് പഞ്ചസാര എല്ലാ ദിവസവും മുറ്റത്തേക്ക് അതിരാവിലെ 3 നുള്ള് പഞ്ചസാര വെളിയിലേക്ക് ഇടുക. എറുമ്പുകൾക്ക് മധുരം നൽകുക എന്നാണ് അതിന് നമ്മൾ പറയാറുള്ളത്. ക്ഷേത്ര സന്നിധിയിൽ ഈശ്വര സാന്നിധ്യങ്ങൾക്ക് ഉടയാട സമർപ്പിച്ച് പ്രാർത്ഥിക്കൽ, നവഗ്രഹ പൂജകൾ നിരന്തരം ചെയ്യൽ തുടങ്ങിയവയാണ് ഈ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള അവസരമൊരുക്കുന്നത്. ഈ പ്രീതിയോഗവും അതുപോലെ തന്നെ രവിയോഗവും വന്നു ചേർന്ന് നിൽക്കുന്നത് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം ലഭിക്കും. പക്ഷേ തടസ്സം കൂടാതെ ലഭിക്കുന്നതിനുള്ള പരിഹാര മാർഗമാണ് ഈ പറഞ്ഞത്. ഒരുപക്ഷെ ശനിയുടെയോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെയോ മറ്റ് ഗ്രഹസ്ഥാനീയ വ്യവസ്ഥകളുടെയോ തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറി നിങ്ങൾക്കിത് അനുഭവവേദ്യമാകുന്നതിനുള്ള പരിഹാര മാർഗങ്ങളാണ് ഈ പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഇരട്ട രാജയോഗത്തിലൂടെ പൂർണ്ണ സംതൃപ്തിയും ആഹ്ലാദങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.